ഡോക്ടർ ബി ജയരാജ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഏപ്രിൽ മാസം 26-ാം തീയതി തന്നെ പറഞ്ഞ ഒരു വാചകം പാപിയോട് ചേർന്നാൽ ശിവനും പാപിയായിടും എന്നാണ്. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. അപ്പോൾ ഇ.പി. ജയരാജൻ പാപം ചെയ്തിരിക്കുന്നു, അങ്ങനെ പാപിയോട് ചേർന്നിട്ടുള്ള ഇ.പി. ജയരാജൻ പാപിയായി മാറിയിരിക്കുന്നു എന്ന് പാർട്ടി കമ്മിറ്റികൾക്ക് ബോധ്യം വരുന്നത് കൊണ്ടാണോ ഈ നടപടി? സ്വാഭാവികമായും അങ്ങനെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മളത് ഇ.പി. ജയരാജൻ CPM-ൻ്റെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ CPM-ൻ്റെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് തുടങ്ങിയ ഒരാളാണ്. അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ LDF കൺവീനർമാർക്കും, അതായത് MM ലോറൻസിൻ്റെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ LDF കൺവീനർമാർക്കും ഒരു ദുർവിധി ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാര്യം ഇതിനകത്ത് LDF കൺവീനർ ആകുമ്പോഴത്തേക്കും ഒരുവിധപ്പെട്ട അത് UDF കൺവീനർമാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. LDF കൺവീനർ മാത്രമൊന്നുമല്ല, UDF കൺവീനർമാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ. കാരണം ഒരുപാട് ചെറിയ പാർട്ടികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യപ്പെടും. LDF കൺവീനർമാരിൽ PV കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ചില ആളുകൾ ഒഴിച്ചാൽ അങ്ങനെ MM ലോറൻസിന് നടപടി നേരിട്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ആരാണ്? വൈക്കം വിശ്വൻ ഒരു 10 പതിറ്റാണ്ടിലേറെ LDF കൺവീനർ ആയിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പാലോളി മുഹമ്മദ് കുട്ടി LDF കൺവീനർ ആയിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അതിനുശേഷം മന്ത്രിയായിട്ടുണ്ട്. A വിജയരാഘവൻ കൺവീനറായ ശേഷം പിന്നെ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും ഒക്കെ ആകുമ്പോഴാണ് മാറുന്നത്. അപ്പോൾ LDF കൺവീനർമാർക്കെല്ലാം ഇതാണ് അവസ്ഥ എന്നില്ല. അല്ല, വിജയരാഘവൻ സാറിൻ്റെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. ആ സമയത്ത് കൺവീനറായിരുന്നപ്പം ചില നാക്കുപിഴകൾ, ചില പരാമർശങ്ങളെല്ലാം അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരം വ്യവസ്ഥിതികൾ കാണിക്കുന്ന ഒന്നാണ്. കുറേ നാളുകളായിട്ട് മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് എതിർവായില്ല, ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെഫ്റ്റനൻ്റ് എന്ന് പറയാം. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ആക്രമണം നടക്കുന്നൊരു വിഷയം നമ്മൾ കണ്ടല്ലോ. അന്നേരം പിണറായി വിജയൻ്റെ ഫസ്റ്റ് ലെഫ്റ്റനൻ്റായിട്ട് അവരെ തള്ളിയിടുന്നത് അല്ലെങ്കിൽ അതിനെ തടയുന്നത് പിണറായി വിജയനോട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചീറിയെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാനായിട്ട് മുമ്പിൽ നിന്നത് ഇ.പി. ജയരാജൻ തന്നെയാണ്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരാൾ, അത്ര അടുപ്പമുള്ള ഒരാൾക്കെതിരെ ഒരു നടപടി എടുക്കുക എന്ന് പറയുന്നത് ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് കമ്മിറ്റികളുണ്ട്, കമ്മിറ്റികൾ കൃത്യമായ ചർച്ചകൾ നടത്താറുണ്ട്. തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തിരുത്തി തന്നെ മുന്നോട്ട് പോകും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ഇനി തൊലിപ്പുറത്തെ ചികിത്സയാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ഇതിന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ പോലും വാസ്തവം ഇത് തന്നെയാണ്. ആരാണെങ്കിലും പാർട്ടിക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞാൽ അവരെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടി വരും. കാര്യം കുറേ നാളുകളായിട്ട് കുറേ അധികം വിവാദങ്ങളുണ്ട്. നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായിട്ടുള്ള ദേശാഭിമാനി വിവാദം, അതിനുശേഷം ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം കൊടുത്തതിൻ്റെ വിവാദം, അതിനുശേഷം പിന്നെ വേറൊരു മുതലാളിക്ക് സ്ഥലം കൊടുത്തതിൻ്റെ വിവാദം, പിന്നെ അതിനുശേഷം കട്ടൻ ചായയും പരിപ്പുവടയും തുടങ്ങിയുള്ള പരാമർശങ്ങൾ, പിന്നീട് ഇൻഡിഗോ ഫ്ലൈറ്റിലുണ്ടായ വിവാദങ്ങൾ. ഇങ്ങനെ കുറേ നാൾ വിവാദങ്ങളുടെ തോഴനായിരിക്കുന്ന ഒരാളെ പാർട്ടി ഇനിയും പേറുന്നത് LDF കൺവീനറായിട്ട് അത് പാർട്ടിക്ക് മൊത്തത്തിൽ കളങ്കമുണ്ടാക്കുമെന്നുള്ളൊരു ധാരണയിലായിരിക്കും, അത്തരത്തിലായിരിക്കാം ചർച്ച വന്നത്. അല്ലാതെ ഒരാളെ അങ്ങനെ വെറുതെ എടുത്ത് അങ്ങനെ പാർട്ടി നടപടി എടുത്ത് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ മാറിയെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുമില്ലല്ലോ. അദ്ദേഹത്തിന് കേന്ദ്രീകരിക്കാൻ പരിമിതി ഉണ്ട് എന്നാണ് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. അത് രാഷ്ട്രീയമായ പരിമിതിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നില്ല.